അതിനായ ഡോക്ടർ ടി ജെ ജോഷുവ അച്ഛൻ ഇപ്പോൾ മുഖ്യപ്രഭാഷണം നിർവഹിക്കും. അഭിവന്യ തിരുമേനിമാരെ, ആദരിക്കപ്പെടുന്ന വൈദിക സഹോദരങ്ങളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വൈദിക സഹോദരങ്ങളും വൈദിക വിദ്യാർത്ഥികളുമായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരുമേ, ഒരു ദിവസത്തിൻ്റെ ഏറ്റവും വിരസമായ സമയം എന്ന് പറയുന്നത് മധ്യാഹ്ന സമയമാണ്. 12 മണിയോട് അടുക്കുന്ന സമയം. ഇന്ന് രാവിലെ മുതൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കുന്ന ഒരു സമൂഹത്തോട് ഏതെങ്കിലും വലിയൊരു ആധ്യാത്മിക പ്രഭാഷണം നടത്തുക എന്നുള്ളത് അസ്ഥാനത്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സദസ്സിനെയും അതുപോലെ തന്നെ സന്ദർഭത്തെയും വിലയിരുത്തുവാൻ കഴിവുള്ളത് കൊണ്ട് ഞാൻ അധിക സമയം എടുക്കുകയില്ല എന്ന് ഞാൻ ആദ്യമേ പറയട്ടെ. വൈദിക ശുശ്രൂഷയിൽ 50 വർഷം പിന്നിട്ട വ്യക്തികളെ ആദരിക്കുന്ന ഈ സന്ദർഭത്തിൽ അവരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അവർക്കെല്ലാവർക്കും വേണ്ടി ഈ സംരംഭത്തിന് നേതൃത്വം നൽകിയ, ഈ വിധത്തിലൊരു പരിപാടി ക്രമീകരിച്ച വൈദിക സംഘം, അതിൻ്റെ പ്രവർത്തകരോടുള്ള ഞങ്ങളുടെ നന്ദി ആദ്യമേ തന്നെ അറിയിക്കട്ടെ. ഇത്രയും പേർക്ക് ഇവിടെ ഒന്നിച്ചു ചേരുവാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന സമയത്ത് 50 വർഷം പിന്നിട്ട ഞങ്ങൾ അന്നും ഇന്നും എന്നുള്ളൊരു ചിന്തയിലേക്ക് ഞങ്ങളുടെ മനസ്സ് കടന്നു പോകുന്നു. അന്ന് എങ്ങനെയുള്ള ഒരു ശുശ്രൂഷയായിരുന്നു ഞങ്ങൾക്ക് ചെയ്യുവാനുണ്ടായിരുന്നത്, ഇന്നുള്ളവർക്ക് ഏത് തരത്തിലുള്ള സാഹചര്യമാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് താരതമ്യപ്പെടുത്തുവാൻ പലപ്പോഴും ഞങ്ങൾ നിർബന്ധിതരാകും. കാരണം എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു വൈദികൻ കുറെ നാളുകൾക്ക് മുമ്പ് എൻ്റെ മുറിയിൽ സെമിനാരിയിൽ വന്നിട്ട് പറഞ്ഞു, പഴയ കാലത്ത് അച്ഛന്മാർക്ക് 3-4 മൈൽ നടന്നു വേണം പള്ളിയിൽ എത്തുവാനായിട്ട്. ആ പോകുന്ന വഴിയാത്രയിൽ ഒരു തോമാച്ചനെ കാണും. എന്തുണ്ട് വിശേഷം? അയ്യോ, അപ്പച്ചൻ അസുഖമായി കിടക്കുകയാണ്. അവിടെ കയറി ഒന്ന് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു ഏലിയാമ്മയെ കാണും. എന്തുണ്ട് വിശേഷം? മോന് SSLC നല്ല ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി, അവനെ ഒന്ന് അനുമോദിക്കാൻ അവിടെ കയറും. അങ്ങനെ പള്ളിയിൽ എത്തുന്നത് വരെ ഇടവക ജനങ്ങളിൽ പലരെയും സ്വദേശത്തുള്ള പലരെയും കണ്ട് പരിചയപ്പെട്ട് ബന്ധം പുലർത്തി ആ ഒരു ആഭിമുഖ്യം പുലർത്തി പള്ളിയിലെത്തുമായിരുന്നു. ഇന്നോ ബൈക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് പലരും തലയിൽ ഹെൽമെറ്റും വെച്ച് പള്ളി മുറ്റത്തി എന്നാണ് ഇറങ്ങുന്നത്. ആരെയും കാണുകയില്ല. അതൊരു ചെറിയ വിഭാഗം. മറ്റൊന്ന് കാറിലാണ് യാത്ര. ഒരുത്തരെയും കാണുവാനോ നോക്കുവാനോ പറ്റൂലല്ലോ. നേരിട്ട് പള്ളിയിൽ എത്തി ആ ശുശ്രൂഷ കഴിയുമ്പോൾ തിരികെ മടങ്ങുവാനുള്ള ധൃതിയിലാണ് ഇന്നത്തെ തലമുറ എന്ന് എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുവാനിടയായത്. എൻ്റെ നേരെ മുമ്പിലിരിക്കുന്ന സഹോദരനാണ് ഈ കാര്യം ഓർമ്മിപ്പിച്ചത്. പോകട്ടെ, ഞാൻ അതിലേക്ക്. അന്നും ഇന്നും തമ്മിൽ ഒട്ടേറെ വ്യത്യാസങ്ങൾ പലതിലും വന്നിട്ടുണ്ട്. അത് സമൂഹത്തിൽ വന്ന പരിവർത്തനങ്ങളും മാറ്റങ്ങളും വൈദിക ശുശ്രൂഷയിലും വൈദിക ജീവിത ശൈലിയിലും വന്നിട്ടുണ്ട്. നന്മയ്ക്കായിട്ടായി തീരട്ടെ എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ആശംസിക്കുന്നു. എൻ്റെ അവതരണം, ഞാൻ പ്രസംഗിക്കുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം പൗലോശ്ലീഹ എൻ്റെ മാതൃകയും പ്രചോദനവും എന്നുള്ളതാണ്. പൗലോശ്ലീഹ എൻ്റെ മാതൃകയും പ്രചോദനവും എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, ഞാൻ എഴുതുന്ന എല്ലാ ചിന്താവിഷയത്തിലും ഞായറാഴ്ചത്തെ സപ്ലിമെന്റിൽ പൗലോസിന്റെ ഒരു വാക്ക് കടന്നു വരാതിരിക്കില്ല. എപ്പോഴും കൂടെ കൂടെ ഉണ്ടാകുന്നു. ഇതിനെ സംബന്ധിച്ച് ഒരാൾ ഈ അടുത്ത സമയത്ത് 2 കൂട്ടുപേര് സംസാരിച്ചപ്പോൾ ഈ ജോഷുവ അച്ഛനും ഈ പൗലോശ്ലീഹായുമായിട്ട് ഇത്ര വലിയ ആഭിമുഖ്യം എന്താ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ആള് പറഞ്ഞു, ഹായ്, തനിക്കറിയാൻ പേടില്ലേ, അവര് ജ്യേഷ്ഠത്തി അനിയത്തി മക്കളാ. 2 പേരും
എന്ന് തമാശ പറഞ്ഞതായിട്ട് എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു. ഞാനിത് സൂചിപ്പിച്ചത് പൗലോസ് അപ്പോസ്തലൻ കർത്താവ് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ശുശ്രൂഷയിൽ എന്നെ ഏറെ എനിക്ക് മാതൃകയാക്കുവാൻ എനിക്ക് പ്രചോദനം നൽകിയ ഒരു വ്യക്തി ആയതുകൊണ്ട് ഏതെല്ലാം കാര്യങ്ങളിൽ എന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കാൻ ഈ അവതരണം തികച്ചും ആത്മനിഷ്ഠവും ഒരു സാക്ഷ്യത്തിന്റെ രൂപത്തിലുള്ളതുമാണ് എന്നും കൂടി ഞാൻ പറയട്ടെ. പൗലോസ് അപ്പോസ്തലന്റെ ഒരു വാക്യം ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നു. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു. എന്നോടുള്ള അവിടുത്തെ കൃപ വ്യർത്ഥമായതുമില്ല. By the grace of God I am what I am, and his grace towards me has not been in vain. ഇത് അപ്പോസ്തലന്റെ അന്യാദൃശ്യമായ അത്ഭുതകരമായ തൻ്റെ ജീവിതത്തെ വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഈ ചെറു പ്രാണിയായിരിക്കുന്ന എനിക്ക് പൗലോസ് അപ്പോസ്തലന്റെ അതുമായിട്ട് യാതൊരു സാമ്യവും ഇല്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു. എങ്കിലും ഈ വാക്യം എന്നെ സംബന്ധിച്ചും വളരെ അധികം പ്രസക്തമായിട്ടുള്ളതായതുകൊണ്ടാണ് ഐ ആം വാട്ട് ഐ ആം ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്നുള്ളത്. എന്ന് മാത്രമല്ല, അതിനോട് ചേർത്ത് പറയുന്നത് ആൻഡ് ഹിസ് ഗ്രേസ് ടുവേർഡ്സ് മീ ഹാസ് നോട്ട് ബീൻ ഇൻ വെയിൻ. അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല എന്നുള്ള ആ ഒരു വാക്യം എന്നെ കൂടെ കൂടെ ചിന്തിപ്പിച്ചിട്ടുള്ളതാണ്. പ്രധാനമായി 3 കാര്യങ്ങളാണ് പൗലോസ് അപ്പോസ്തലനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, എൻ്റെ പ്രവൃത്തിയിൽ വരുത്തുവാൻ, എൻ്റെ ശുശ്രൂഷയിൽ വരുത്തുവാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം പേഴ്സണൽ എക്സ്പീരിയൻസ് വിത്ത് ക്രൈസ്റ്റ്. കർത്താവുമായിട്ടുള്ള ഒരു വലിയ ബന്ധമായിരുന്നു പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ നമുക്ക് കാണാമാവുന്നത്. ദമസ്കോസിൽ വെച്ചുള്ളതായ ആ സംഭവം നാം ഓർക്കുമ്പോൾ ആ ജീവിതത്തെ മുഴുവനായി പരിവർത്തനപ്പെടുത്തി. There was that confrontation, then there was that conversion leading to that commitment. അവിടെ തന്നെ ജഡരക്തങ്ങളോട് ചോദിക്കാതെ കർത്താവിനെ പൂർണ്ണമായി സമർപ്പിച്ച ഒരു ജീവിതമായിരുന്നു എന്നുള്ളത് നാം ഓർക്കണം. അതുകൊണ്ട് പിന്നീട് തൻ്റെ ജീവിതത്തിൽ എപ്പോഴും പറയുന്ന ഒന്ന്, ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. മറ്റൊരിടത്ത് പറയുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന ക്രിസ്തു അത്രേ എന്നാണ് അപ്പോസ്തലന് പറയുവാനുള്ളത്. അത്രമാത്രം ക്രിസ്തുവുമായിട്ട് ഇഴുകിച്ചേർന്ന ഒരു ജീവിതമായിരുന്നു പൗലോസിൻ്റേത് എന്ന് നാം പ്രത്യേകിച്ചും മനസ്സിലാക്കുവാനായിട്ടുണ്ട്. കൂദാശകളെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ ഉപദേശം നാം ശ്രദ്ധിക്കുന്നുവെങ്കിൽ അവിടെയും ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ് അതിന്റെ പ്രസക്തി. മാമോദീസായെ പറ്റി പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താണ്? അവിടെ വീണ്ടും ജനനം നടക്കുന്നു എന്നുള്ള കാര്യമല്ല, അവിടെ പുത്രത്വ പദവി ലഭിക്കുന്നു എന്നുള്ളതല്ല, സ്വർഗരാജ്യത്തിന്റെ അവകാശിയായി തീരും എന്നുള്ളതല്ല. അപ്പോസ്തലൻ പറയുന്നത് എന്താണ്? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരായി നിങ്ങൾ. അത് തന്നെയാണ് റോമാലേഖനം 6-ാം അധ്യായത്തിലും അപ്പോസ്തലൻ പറയുന്നത്. ക്രിസ്തുവിനോട് ഐഡന്റിഫൈ ചെയ്യുന്ന, ക്രിസ്തുവുമായി താതാത്മ്യപ്പെടുന്ന, ക്രിസ്തുവുമായി ഒന്നായി തീരുന്ന അനുഭവമാണ് മാമോദീസ എന്ന് പറയുന്നത്. കുർബാനയെ പറ്റി എന്താ പറയുന്നത്? കുർബാനയെ പറ്റി പറയുമ്പോഴും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ നാം അനുഭവിക്കുന്നത്? ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായി പാനപാത്രം നാം കുടിക്കുമ്പോൾ ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ നാം അനുഭവിക്കുന്നത്? എന്നിങ്ങനെ കർത്താവുമായിട്ടുള്ള ആ ബന്ധം അദ്ദേഹം അരക്കിട്ട് ഉറപ്പിക്കുന്നതായി നമുക്ക് കാണാം. എന്തിന്? തൻ്റെ കഷ്ടത പോലും കർത്താവിനോട് ബന്ധപ്പെടുത്തിയാ പറയുന്നത്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, എന്റെ കഷ്ടത എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ കഷ്ടതയിൽ കുറവുള്ളത് ഞാൻ എൻ്റെ ശരീരത്തിൽ ഞാൻ കഷ്ടത ഏൽക്കുന്നു. അങ്ങനെ പൂർണ്ണമായി കർത്താവിനോടുള്ള ബന്ധം, ക്രൈസ്റ്റ് സെന്റേർഡ് ലൈഫ്. ഇന്നിവിടെ ജോജി എന്ന് പറഞ്ഞ് ഞാൻ ഓർത്തു, എനിക്ക് വളരെ സന്തോഷം തോന്നി. ആ ഒരു അനുഭവമാണ് നമുക്ക് എന്നെ നയിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, വളരെയധികം പ്രയാസങ്ങളിൽ കൂടി, രോഗങ്ങളിൽ കൂടി,
പ്രതിസന്ധികളിൽ കൂടി ഒക്കെയും കടന്നു പോയപ്പോൾ എന്നെ നയിച്ചത് ഈ ഒരു വലിയ കമ്മിറ്റ്മെന്റ് ആയിരുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഒരു നീണ്ട ലിസ്റ്റ് പറഞ്ഞിട്ട് ക്രിസ്തുവിലുള്ള ഇവയ്ക്ക് ഒന്നും യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ തന്നെ വേർപെടുത്തുവാൻ കഴിയുകയില്ല. പൗലോസിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി അതായിരുന്നു. കർത്താവിനോടുള്ള ആ ഒരു ബന്ധം തൻ്റെ ജീവിതത്തിൽ ഉടനീളം പുലർത്തി തൻ്റെ ചൈതന്യം, തൻ്റെ ശക്തി ജീവിക്കുന്ന ക്രിസ്തുവായിരുന്നു. എൻ്റെ അനുഭവത്തിൽ പ്രയാസങ്ങൾ വന്നപ്പോഴൊക്കെ ആ മുഖത്തേക്ക് നോക്കുവാൻ കഴിഞ്ഞതും അവിടെ ഉറക്കെ വിളിക്കുവാൻ, ശരണപ്പെടുവാൻ സാധിച്ചതും ഒക്കെയാണ് എനിക്ക് ശക്തി നൽകിയിട്ടുള്ളത് എന്ന് ഞാൻ ഇവിടെ സാക്ഷിക്കട്ടെ. സമയത്തിൻ്റെ പരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾക്കറിയാം, എൻ്റെ നാവിൻ്റെ അസുഖം വന്ന സമയത്ത് പലരും ശങ്കിച്ചു ഇനിയും സംസാരിക്കുവാൻ സാധിക്കയില്ല എന്ന്. ഇംഗ്ലണ്ടിൽ നിന്ന് വന്നൊരു ഡോക്ടർ എന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇംഗ്ലണ്ടിലായിരുന്നെങ്കിൽ ഞങ്ങൾ അച്ഛൻ്റെ നാക്ക് അവിടെ വെച്ച് കണ്ടിച്ചു കളഞ്ഞേനെയുമായിരുന്നു, ഞങ്ങൾ മുറിക്കുമായിരുന്നു എന്ന്. ഞാൻ അന്നേരം ഓർത്തു, ഇംഗ്ലണ്ടിൽ പോകാഞ്ഞത് നന്നായല്ലോ എന്ന്. ഏതായിരുന്നാലും അങ്ങനെയുള്ള പ്രതിസന്ധിയിലും പിടിച്ചു നിർത്തുവാൻ കഴിഞ്ഞത് മറ്റൊന്നുമല്ല, ആ കർത്താവിനോടുള്ള ബന്ധം മാത്രമാണ്. എന്നാൽ ഇന്ന് ക്രൈസ്റ്റ് സെന്റേർഡ് ആ ഒരു വീക്ഷണം നമ്മുടെ സഭയിൽ നിന്ന് കുറഞ്ഞു പോകുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. കുർബാനയാണ് നമ്മുടെ എല്ലാ കൂദാശകളുടെയും പൂർത്തീകരണം. അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. എല്ലാ കൂദാശകളെയും പൂർത്തി വരുത്തുന്ന കുർബാനയാണ്. പക്ഷെ ഇപ്പോഴൊരു പ്രവണത വന്നിരിക്കുന്നത്, ആ കുർബാന കൊണ്ടൊന്നും പൂർത്തിയാവുന്നില്ല, കർത്താവിനോടുള്ള പ്രാർത്ഥന കൊണ്ട് പൂർത്തിയാവുന്നില്ല, അത് കഴിഞ്ഞൊരു പ്രാർത്ഥന വേണം. പല അച്ഛന്മാരും നടത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് ദൈവമാതാവിൻ്റെ, അത് കഴിഞ്ഞു പരിമല തിരുമേനിയുടെ, അത് കഴിഞ്ഞു മറ്റൊരു പള്ളിയിൽ ഞാൻ ചെന്നപ്പോൾ മത്തായി ശ്ലീഹായുടെ, വേറൊരിടത്ത് ഇത് എല്ലാം കർത്താവിനോടുള്ള പ്രാർത്ഥന പോരാ. ആ നടത്തിയതൊന്നും അതൊക്കെ അപര്യാപ്തം. ഇതും കൂടെ നടത്തിയെങ്കിലേ അതിന് സാധ്യമാവുള്ളൂ എന്നുള്ളൊരു മിഥ്യാധാരണ നമുക്ക് കടന്നു വരുന്നത് ദുഷ്പ്രവണതയാണ്. കുർബാനയിൽ അപ്പുറത്ത് മറ്റാരോടെങ്കിലും എന്തെങ്കിലും കുർബാന കഴിഞ്ഞ് നടത്തുന്ന പ്രാർത്ഥന അത് കർത്താവിൽ നിന്നുള്ള വ്യതിചലനമാണ് എന്ന് ശക്തിയായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ എല്ലാറ്റിലും പ്രധാനമായിരിക്കുന്നത് ക്രിസ്തുവാണ്, കർത്താവിൽ കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു അനുഭവമാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. രണ്ടാമത്, എന്നെ ഏറ്റവും എനിക്ക് മാതൃകയായിട്ടുള്ളത് വചനത്തോടുള്ള, വചനഘോഷത്തോടുള്ള അപ്പോസ്തലന്റെ പ്രതിബദ്ധതയാണ്. അദ്ദേഹം പറയുന്നു, ഹൗ ടെറിബിൾ ഇറ്റ് വുഡ് ബി ഇഫ് ഐ പ്രീച്ച് നോട്ട് ദ ഗോസ്പൽ. ഞാൻ സുവിശേഷിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്നാ പറഞ്ഞത്. എന്ന് മാത്രവുമല്ല, അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ജ്ഞാനികൾക്കും ബർബരന്മാർക്കും എല്ലാം ഞാൻ കടക്കാരനാണ്. കാരണം അവരോടെല്ലാം എനിക്ക് അറിയിക്കുവാനുള്ള വ്യഗ്രതയുണ്ട്. പിന്നെയും അദ്ദേഹം പറയുന്നു, ക്രിസ്തു എന്നെ അയച്ചത് സ്നാപനം ചെയ്യുവാനല്ല, പിന്നെന്തിനാ അയച്ചത്? പ്രത്യുത സുവിശേഷം അറിയിപ്പാനാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, മാമോദീസ എന്ന് പറയുന്ന അപ്രധാനമായിട്ടാണോ അപ്പോസ്തലൻ കണക്കാക്കുന്നത്? എന്നെ അയച്ചത് സ്നാപനം ചെയ്യുവാനല്ല, പിന്നെ സുവിശേഷം പ്രസംഗിക്കാനാണെന്ന് പറയുമ്പോൾ മാമോദീസായേക്കാൾ ഉപരിയാണോ സുവിശേഷത്തിന്റെ സ്ഥാനം എന്നൊരു ചോദ്യം നമുക്ക് ന്യായമായി ചോദിക്കാം. അപ്പോസ്തലൻ ഇവിടെ പറയുന്നതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, മാമോദീസായിക്ക് ജനങ്ങളെ ഒരുക്കുന്ന, ജനങ്ങളെ സജ്ജമാക്കുന്ന കർത്തവ്യം അതാണ് പ്രധാനം. അത് കഴിഞ്ഞേ മാമോദീസ വരുന്നുള്ളൂ. മാമോദീസ അപ്രധാനമാണെന്നല്ല, അതിനുവേണ്ടി ഒരുക്കുവാൻ, അതിനുവേണ്ടി ജനത്തെ സജ്ജമാക്കുവാൻ തക്കവണ്ണമുള്ള ആ ഒരു ശ്രമമായിട്ടാണ്. അദ്ദേഹം തീമോത്തിയോസിനോട് പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. തീമോത്തിയോസ് നൽകുന്ന, അദ്ദേഹത്തിന് നൽകുന്ന പ്രബോധനം ഇതാണ്: വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. എന്നോട് ഈ വാക്കുകൾ ഞാൻ എപ്പോഴും ഓർക്കുന്നതാണ്. അപ്പോസ്തലൻ തീമോത്തിയോസിന് നൽകിയ ഉപദേശം എന്നോടാണ്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? വായന,
പ്രബോധനം, ഉപദേശം എന്നിവയിൽ ഉറ്റിരിക്കുക. പിന്നെയും പറയുന്നു, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. ഇവിടെ ഈ പ്രബോധനത്തിന്, തിരുവചന പഠനത്തിനും അതുപോലെ തന്നെ വചനഘോഷണത്തിനും ഇത്രയും പ്രാധാന്യം നൽകിയിട്ടുള്ള മറ്റു വ്യക്തികൾ ആരും തന്നെ പുതിയ നിയമത്തിൽ നമുക്ക് വെളിപ്പെട്ടിട്ടില്ല. പൗലോസ് അപ്പോസ്തലനാണ് ഇത്രമാത്രം ഊന്നൽ വചനഘോഷണത്തിൽ കൊടുത്തത്. അപ്പോസ്തല പ്രവൃത്തികൾ 20:7 നമ്മൾ വായിക്കുന്നു, അപ്പം നുറുക്കുവാനാ കൂടി വന്നത്. നിങ്ങൾക്കറിയാം, അതാ പ്രധാനപ്പെട്ട ശുശ്രൂഷ. പക്ഷേ അവിടെ അപ്പോസ്തലന്റെ പ്രസംഗം പാതിരാവിലെ നീട്ടി. അത് തെറ്റ്. നമ്മുടെ അച്ഛന്മാർക്കും എത്ര അച്ഛന്മാർക്കും ഒക്കെ ഒരു ബലഹീനതയാണ്, നീ പ്രസംഗം തുടങ്ങിയാൽ പിന്നെ നിർത്താൻ അറിയത്തില്ല എന്നുള്ളത്. അത് പൗലോസ് അപ്പോസ്തലനും അന്നുണ്ടായി. അതിന് അബദ്ധവും പറ്റി. നമുക്കറിയാം, ഒരുത്തൻ 3-ാം നിലയും താഴെ വീണതും ഒക്കെ കഥ പോട്ടെ. ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്, അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോഴും അവിടെ വചന ശുശ്രൂഷ എന്നുള്ളത് ഒന്നാമതുണ്ടായിരുന്നു. അപ്പോസ്തലൻ അത് നടത്തി. എവിടെയായിരുന്നാലും അതിന് പ്രാധാന്യം നൽകിയിരുന്നു എന്നുള്ളതാണ്. ഈ ഒരു തത്വമാണ് എന്നെ ഭരിച്ചിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ 58 വർഷമായി വൈദികനായിട്ട്. ഈ കഴിഞ്ഞ സ്വർഗാരോഹണ പെരുന്നാളിന് 58 വർഷം തികയുകയായിരുന്നു. അതിന് മുമ്പത്തെ സ്വർഗാരോഹണ പെരുന്നാളിനാണ് MV ജോർജ് ഷമ്മാശൻ അച്ഛനായി തീർന്നത്. അത് ഗവറീസ് ബാവ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തലേ ക്രിസ്മസിനും സ്വർഗാരോഹണത്തിനും പിറ്റേ സ്വർഗാരോഹണത്തിനും നൽകിയതാണ്. പോകട്ടെ, ഈ 58 വർഷത്തിനിടയിൽ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ സാക്ഷിക്കാൻ കഴിയും, ഒരു ഞായറാഴ്ച പോലും കുർബാന മധ്യേ 5 മിനിറ്റെങ്കിലും ഞാൻ പ്രസംഗിക്കാതിരുന്നിട്ടില്ല. അത് എന്തെങ്കിലും ആയിട്ടല്ല, തലേ ദിവസം തന്നെ ഞാൻ ഒരുങ്ങും. അത് ശനിയാഴ്ച വൈകിട്ടത്തെ ഒരുക്കം അതുണ്ടാവും. ഇത്രയും വർഷങ്ങളായി കഴിഞ്ഞല്ലോ, ഇപ്പോൾ നിന്നാലങ്ങ് വരും. പലരുടെയും വിചാരം വിശറിക്ക് കാറ്റ് വേണ്ട, കയ്യിലെടുക്കുമ്പോൾ കാറ്റിങ്ങ് തന്നെത്താനിങ്ങ് വരും, അതുപോലെ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങ് വന്നോളും എന്ന് വിചാരിക്കുന്ന പല ആളുകളുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, വചന ശുശ്രൂഷ ഏറ്റവും ഉത്തരവാദിത്വത്തോടും ഗൗരവത്തോടും നടത്തുവാൻ നാം കടപ്പെട്ടവരാണ്. അതാ പൗലോസ് അപ്പോസ്തലനിൽ നിന്ന് ഞാൻ പഠിച്ചതായ, എനിക്ക് പ്രചോദനം നൽകിയതായ വസ്തുതയാണ് ഞാനിവിടെ പറയുന്നത്. അന്ന് ഞങ്ങളുടെ കാലത്ത് യാത്ര എത്ര ദുർഗമമായിരുന്നു. കൺവെൻഷൻ പരിപാടികൾക്ക് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഞാനും MV ജോർജ് അച്ഛനും ചെമ്മാച്ചനും ഞങ്ങൾ രണ്ടുപേരും അച്ഛന്മാരായി യാത്ര ചെയ്ത അന്നത്തെ ക്ലേശങ്ങളെ പറ്റി ഒന്നും ഞാൻ ഇവിടെ വിവരിക്കുന്നില്ല. അന്ന് പണത്തിൻ്റെ ആഗ്രഹം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെങ്കിലും പെരുമ കിട്ടുമെന്നുള്ള സ്ഥാനം കൊണ്ടോ ഒന്നുമായിരുന്നില്ല. ദൈവവചനം ഘോഷിക്കുന്നതിനുള്ള ആ ഒരു വ്യഗ്രത ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഇക്കാലം അത്രയും, ഇപ്പോൾ 86-ൽ എത്തി നിൽക്കുന്ന ഈ സമയം വരെയും വചനത്തോടുള്ള ആ പ്രതിപത്തി എന്നെ ഭരിക്കുന്നത് ഇതുകൊണ്ടാണ് എന്ന് ഞാൻ പറയട്ടെ. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന വൈദിക സഹോദരങ്ങളെ, നോട്ട് ഓൺലി ബ്രേക്കിംഗ് ദ ബ്രെഡ് ബട്ട് ഓൾസോ ബ്രേക്കിംഗ് ദി വേർഡ് ഓഫ് ഗോഡ്. അപ്പം മുറിക്കൽ മാത്രമല്ല, വചനം മുറിച്ച് ജനങ്ങൾക്ക് കൊടുക്കുവാൻ ആവശ്യമുണ്ട്. ഇന്ന് നിങ്ങൾ തന്നെ ആത്മശോധന ചെയ്യണം. ഞായറാഴ്ചകളിൽ പ്രസംഗമില്ലാത്ത എത്രയോ പള്ളികളുണ്ട്. അച്ഛന്മാരും അലസത കാണിക്കുന്നവര്, മറ്റു ചിലര് എന്തെങ്കിലുമൊക്കെ പറയുന്ന വിധത്തിൽ ദൈവവചനത്തിൽ നിന്നെടുത്ത് അതിനെ ആധാരമാക്കി അതിനെപ്പറ്റി പഠിച്ച് 2-3 കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ ആർക്കാ കഴിയാത്തത്? അലസതയാണ് അതിൻ്റെ കാരണം. ഞാനിവിടെ അച്ഛന്മാരെ മാത്രമാക്കി പറയുന്നില്ല, വൈദികഗണത്തെ മുഴുവനും ഉൾപ്പെടുത്തിയാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ വചന ശുശ്രൂഷയുടെ ആ ഒരു നിലവാരം ഉയർത്തുവാനും കാര്യക്ഷമമാക്കുവാനും എനിക്ക് എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൗലോസ് അപ്പോസ്തലന്റെ പ്രചോദനമാണ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ആ ഭാഗം വിടുകയാണ്. മൂന്നാമത്തെ കാര്യം, സഹപ്രവർത്തകരോടുള്ള സമീപനമാണ് അപ്പോസ്തലനിൽ നിന്ന് ഞാൻ പഠിച്ചത്. സ്നേഹത്തോടും
വാത്സല്യത്തോടും അവരുടെ വ്യക്തിത്വത്തെ ആദരിച്ചും ബഹുമാനിച്ചും നടത്തുന്ന ആ അദ്ദേഹത്തിൻ്റെ സമീപനം ഇന്നുള്ള എല്ലാവർക്കും മാതൃകയാകേണ്ടതാണ്. നിങ്ങൾ ഒന്ന് കേൾക്കുക. അപ്പോസ്തലൻ കൊലോസ്യ സഭയ്ക്ക് എഴുതുകയാണ്. ആ സഭയ്ക്ക് എഴുതുന്ന സമയത്ത് എങ്ങനെയാ പേര് പറയുന്നത്? അവിടെ എഴുതുമ്പോൾ പൗലോസും സഹോദരനായ തീമോത്തിയോസും എഴുതുന്നത്. പൗലോസല്ലേ കത്ത് എഴുതുന്നത്. പൗലോസിന്റെ കത്ത് കിട്ടാനല്ലേ അവർക്ക് താല്പര്യമുള്ളത്. അതിന് എല്ലാ കാര്യങ്ങളും പൗലോസിൻ്റെതല്ലേ. അപ്പൊ പൗലോസ് എഴുതുന്നത് എന്ന് പറഞ്ഞാൽ പോലെ പിന്നെ എന്തിനീ തീമോത്തിയോസിനെ കൂടെ അവിടെ കയറ്റി വെച്ചു? അപ്പോഴാണ് നമുക്ക് ഓർക്കുവാനുള്ളത്, തൻ്റെ സഹപ്രവർത്തകനായിരിക്കുന്ന ആളിന്റെ പേരും കൂടി അവിടെ ഉൾപ്പെടുത്തുമ്പോൾ ആ ആളിന്റെ ഈഗോ, ആ ആളിന്റെ ആത്മവിശ്വാസം, ആ ആളിന്റെ അംഗീകാരം അത് ലഭിക്കുക. അവിടെ ഇന്നത്തെ നമ്മുടെ മെത്രാച്ചന്മാർ ആരെങ്കിലും കൂടെയുള്ള, ഞാനും ഗ്രിഗോറിയോസ് മെത്രാച്ചൻ തന്നെ ആയിക്കോട്ടെ, ഗ്രിഗോറിയോസ് മെത്രാച്ചനും കൂടെയുള്ള ഇന്ന അച്ഛനും കൂടി എഴുതുന്നത് എന്ന് പറഞ്ഞ് എഴുതുമോ? എഴുതുകയില്ല. കാരണം അവരതിലൊക്കെ ഉപരിയായിട്ടുള്ള ഒരു സ്ഥാനത്ത് എന്നുള്ള ഒരു ചിന്ത വന്നതുകൊണ്ടാണ് ആ വിധത്തിലേക്ക് പോകുന്നത്. എന്നാൽ പൗലോസ് അപ്പോസ്തലന് തൻ്റെ സഹപ്രവർത്തകരെ പറ്റിയുള്ള ആ ഒരു പരിഗണന അത് വളരെ വളരെ അധികം എന്നെ സ്പർശിച്ചിട്ടുള്ളതാണ്. ഞാൻ വൈദിക സെമിനാരിയിൽ 60 വർഷം പിന്നിട്ടു. 54 കയറി 2014 ഇറങ്ങി. 60 വർഷം പിന്നിട്ടിട്ട് അവിടെ പഠിച്ചിട്ടുള്ള നിങ്ങൾക്കും അറിയാം, കൂടെ പഠിപ്പിച്ചിട്ടുള്ളവർക്കും അറിയാം ഏതെല്ലാം വിധത്തിലായിരുന്നു എൻ്റെ വർധന എന്ന്. ഞാൻ 2 ഇടവകയിൽ, ഒരു ഇടവകയിൽ 21 വർഷവും മറ്റൊരിടവകയിൽ 18 വർഷവും സേവനം അനുഷ്ഠിച്ചു. യുവജന പ്രസ്ഥാനത്തിൽ 5 വർഷം ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ തന്നെ സൺഡേ സ്കൂളിൽ 14 വർഷം അതിൻ്റെ ഡയറക്ടർ ജനറൽ ആയിരുന്നു. ഞാൻ ഈ രംഗത്തൊക്കെ പ്രവർത്തിച്ചപ്പോൾ ഒരു കാര്യം എന്നെ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചത്, സഹപ്രവർത്തകരെ ആദരിക്കുവാനും അംഗീകരിക്കുവാനും അവരുമായി ചേർന്ന് പോകുവാനുമുള്ള ഒരു സന്നദ്ധത, അത് വളരെ വിലപ്പെട്ടതാണ്. അത് ഇല്ലാതെ പോകുമ്പോഴാണ് പലപ്പോഴും ടെൻഷൻ ഉണ്ടാവുന്നത്. ഇത് നാം ഓർക്കേണ്ടതാണ്. നമ്മുടെ തിരുമേനിമാർ അച്ഛന്മാരോടുള്ള സമീപനത്തിൽ എങ്ങനെയാ? ചിന്തിക്കട്ടെ. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. അവരെ ആദരിക്കുവാൻ തീർച്ചയായിട്ടും കഴിയേണ്ടതാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവരെ ശകാരിക്കുവാനും അവരെ വഴക്ക് പറയാനും ഒക്കെ തുടങ്ങുക എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യത്വത്തിൽ ചേരുന്നതല്ല എന്ന് ഞാൻ പറയും. അവർക്ക് അധികാരമുണ്ട്, മേൽപ്പെട്ടക്കാരാണ്. കൈയടിക്കൊന്നും വേണ്ട, ഞാൻ ഉള്ള കാര്യം പറയുന്നതാണ്. കൂടെയുള്ള സഹപ്രവർത്തകരാണ് വൈദികർ. ഞാൻ ഇടയ്ക്കൊന്ന് പറയട്ടെ, നമ്മുടെ തുപദേനില് ഒന്നാമത്തെ തുപദേനില് നമുക്കൊരു ബന്ധം ഇല്ലെന്ന ഇപ്പൊ പറയുന്നത്. ഇഗ്നാത്യോസിനെ ഓർക്കുന്നുണ്ട്, പിന്നെ ബസേലിയോസിനെ ഓർക്കുന്നുണ്ട്, ഗ്രിഗോറിയോസ് ആരാന്നറിയാൻ മേല അദ്ദേഹത്തെ ഓർക്കുന്നുണ്ട്. അത് യെരുശലേമിലേതാണെന്ന് പറയുന്നു, അല്ലെന്നും പറയുന്നു, എന്തുവാവട്ടെ. നമ്മുടെ മേൽപ്പെട്ടക്കാരനെയും ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാരെയും വൈദികരെ ഓർക്കേണ്ടതല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നിശ്ചയമായിട്ടും അത് തിരുത്തേണ്ടതാണ്. അത് വൈദികരെ ഇതിനകത്തിരുന്ന ഞാനിപ്പോ യാക്കോബി തക്സായി മാത്രമേ അതുള്ളൂ. മറ്റേതെല്ലാം പ്രാർത്ഥനകൾ നിങ്ങൾ എടുത്തു നോക്ക്, അവിടെ എല്ലാം മേൽപ്പെട്ടക്കാരെന്ന് മാത്രം പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. That has to be changed. അത് മാറ്റിയേ മതിയാവുള്ളൂ. എന്തുകൊണ്ട്? കാരണം വൈദികരാണ് യഥാർത്ഥത്തിൽ സഭയുടെ ജീവനാഡിയായിട്ടുള്ളത്. അവരിൽ കൂടിയാണ് സഭയുടെ ചലനം, രക്തചംക്രമണം നടക്കുന്നത്. രക്തധമനികളാണ് അവര്. അതുകൊണ്ട് സകല മേൽപ്പെട്ടക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അവരോടൊപ്പം വൈദികരെയും സകല വൈദികരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണമുള്ള തിരുത്തൽ നമ്മുടെ ആരാധനക്രമത്തിൽ വരുത്തേണ്ടത് ആവശ്യമാണ്. ഞാൻ ഇത് സൂചിപ്പിച്ചു വന്നത് ഈ സഹപ്രവർത്തകരോടുള്ള ആ ഒരു സമീപനം, ഇത് മേൽപ്പെട്ടക്കാരും പട്ടക്കാരും തമ്മിൽ ഉണ്ടാവേണ്ടത് ഏറ്റവും ആവശ്യം. അതുപോലെ തന്നെ
ജനങ്ങളോടുള്ള വൈദികരുടെ പെരുമാറ്റവും വളരെ പ്രധാനമാണ്. അത് വാത്സല്യത്തോടെ അപ്പോസ്തലൻ പറയുന്നത് നിങ്ങൾ കേൾക്കണോ. രണ്ടുപേര് അപ്പോസ്തലന് വലിയ സ്നേഹിതരായിരുന്നു. എന്നിട്ട് അവരെ പറ്റി പറയുകയാണ്, അവർ എൻ്റെ പ്രാണനു വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുക്കുവാൻ സന്നദ്ധരായിരുന്നു എന്ന്. ഇതാരെക്കുറിച്ചാണെന്ന് പറയാമോ? ആരെക്കുറിച്ചാണെന്ന് ആർക്കെങ്കിലും പറയാമോ? അവർ എൻ്റെ പ്രാണന് വേണ്ടി, പൗലോസ് പറയുന്നത്, എൻ്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുക്കുവാൻ സന്നദ്ധരായിരുന്നു എന്ന്. അക്വില പ്രിസ്കില, അവിടെ ആരോ പറഞ്ഞു, അക്വില പ്രിസ്കില്ലമാരെ പറ്റിയാണ് പൗലോസ് അപ്പോസ്തലൻ അവരുടെ കൂടെ 18 മാസം ഒരുമിച്ച് താമസിച്ച് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അവരുടെ ആ ഒരു സൗഹൃദം, ബന്ധം എത്ര ഗാഢമായിരുന്നു. അതുപോലെ തന്നെയാണ് പിന്നെ അതുകൊണ്ടാണ് അപ്പോസ്തലൻ അവരോട് യാത്ര പറഞ്ഞപ്പോൾ ജനങ്ങളൊക്കെ വന്ന് കഴുത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളിൽ ഈ കാര്യം നമുക്ക് വായിക്കാം. എന്നിട്ട് പിന്നെ അപ്പോസ്തലൻ പറയുന്നത് അത് തന്നെയാണ്. എന്ന് തന്നെയുമല്ല, അപ്പോസ്തലൻ ജനങ്ങൾക്ക് എഴുതുമ്പോൾ അവരോട് പറയുന്നത് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നത് എന്നല്ല, പിന്നെയോ ഐ പാറക്കലയോ ഐ എക്സോർട്ട് യു, ഐ അപ്പീൽ ടു യു എന്നാ പറയുന്നത്. ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നുവെന്നുമല്ല, ഐ എക്സോർട്ട് യു. പാറക്കലയോ എന്നുള്ള ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം ആ പേഴ്സുവേഷൻ ഉണ്ട് അവിടെ, അധികാരത്തിന്റെ ശബ്ദം. അപ്പോസ്തലൻ തീർച്ചയായിട്ടും പറയാം, ഞാൻ നിങ്ങളോട് ഐ കമാൻഡ് യു എന്ന് പറയാം. പക്ഷെ അതല്ല അപ്പോസ്തലന്റെ ഭാഷ. നേരെ മറിച്ച് ഈ ആജ്ഞാപിക്കുന്നതിനേക്കാൾ ശ്രദ്ധയും അതുപോലെ തന്നെ പ്രതികരണവും അനുകൂലമായി വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ മറ്റേ തരത്തിലുള്ള ഒരു സമീപനത്തിൽ വരുമ്പോഴാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നു മറ്റൊരു സഭയിലെ ജനങ്ങളോട്, ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചു. ഒരു അമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു എന്ന്. ഒരു പോറ്റമ്മ തൻ്റെ കുഞ്ഞുങ്ങളോട് എങ്ങനെ വർത്തിക്കും അതുപോലെയാണ് ഞാൻ നിങ്ങളോട് വർത്തിച്ചത് എന്ന് നമുക്ക് നമ്മുടെ ഇടവക ജനങ്ങളോടുള്ള നമ്മുടെ സമീപനത്തിൽ നമുക്ക് പറയുവാൻ കഴിയുമോ? അതുകൊണ്ട് എനിക്ക് തന്നിരുന്ന സമയം 1 മണിയാണ്. അമീരച്ചത് പിന്നെ നീട്ടി 1:20 എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് തന്നിരിക്കുന്ന ഷെഡ്യൂൾ അനുസരിച്ച് ഞാൻ നിർത്തുക എന്നുള്ളതാണ് എൻ്റെ പഴയ ഒരു പതിവാണത്. തന്നിരിക്കുന്ന സമയത്ത് പ്രസംഗം നിർത്തുക എന്നുള്ളത്. ഞാൻ 3 കാര്യങ്ങളാണ് എൻ്റെ ബലഹീന ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ ഇത്രയും എത്തി നിൽക്കുന്നു. ഇതുവരെയുള്ള എല്ലാ യോഗങ്ങളിലും ഞാൻ ഉണ്ടായിരുന്നു. ഇനി ഉണ്ടാകുമോ എന്ന് എനിക്ക് നിശ്ചയമില്ല. ഇടപെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു സാക്ഷ്യമായി ഞാൻ പറഞ്ഞത് നമ്മുടെ വൈദിക ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഒന്ന് വിലയിരുത്തുവാനുള്ള, ഒന്ന് തിരിഞ്ഞു നോക്കുവാനുള്ള അവസരമായി എടുക്കണമേ എന്നുള്ളത് കൊണ്ടാണ്. ഒന്നാമത് പറഞ്ഞത് ക്രൈസ്റ്റ് സെന്റേർഡ് ലൈഫ്, ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുന്ന ഒന്ന്. അതിൽ നിന്ന് ഡിഫ്ലേറ്റ് ചെയ്യുന്ന മറ്റൊരു പ്രവണതയും നാം വളർത്തിയെടുക്കുവാനോ അതിന് ഏതെങ്കിലും വിധത്തിൽ പ്രോത്സാഹനം കൊടുക്കുവാനോ പാടില്ല. എല്ലാം അവിടേക്കാണ്. പരിമലത്തിരുമേനിയായിരുന്നാലും ആ വലിയ മാതാവായിരുന്നാലും അവരെല്ലാം കർത്താവിലേക്ക് നമ്മെ നയിക്കുന്നവരാണ്, അല്ലാതെ അവരിൽ തന്നെ നിൽക്കുവാനായിട്ടല്ല. അതുകൊണ്ട് ആ ഫോക്കസ് മാറിപ്പോവാതെ ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആ ഒരു ജീവിതത്തിന് നമുക്ക് സാധിക്കട്ടെ. എന്തെല്ലാം പ്രയാസങ്ങൾ വന്നിരുന്നാലും അത് നമുക്ക് ശക്തിയും കരുത്തും നൽകും എന്നുള്ള സാക്ഷ്യം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. രണ്ടാമത് ഞാൻ പറഞ്ഞത് വചനത്തെക്കുറിച്ചുള്ള, വചനഘോഷണത്തെക്കുറിച്ചുള്ള പ്രതിബദ്ധതയാണ്. അത് നമ്മുടെ വൈദികരും മേൽപ്പെട്ടക്കാരും വേണ്ടവണ്ണം ഉപയോഗിക്കാറില്ല എന്ന് ഞാൻ പറയുന്നത് ക്ഷമിക്കണം. കുർബാന മധ്യേ 10 മിനിറ്റ് അല്ലെങ്കിൽ 12 മിനിറ്റുള്ള സമയം മാത്രമേ പാടുള്ളൂ എന്നുള്ളത് കൊണ്ട് അത് ആ വിധത്തിൽ പരിമിതപ്പെടുത്തുകയും നല്ലവണ്ണം ചിന്തിച്ച് ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് ആദ്യത്തെ വാചകം എന്തായിരിക്കണമെന്ന് പോലും തലേ ദിവസം വൈകിട്ട് ഞാൻ ചിന്തിച്ചുകൊണ്ട് രാത്രി ഉറങ്ങുന്നത്.
അങ്ങനെയുള്ളൊരു വചന ശുശ്രൂഷയെപ്പറ്റി കുറെ കൂടെ ഗൗരവത്തോടെ എടുക്കുവാനും അത് അപ്പം നുറുക്കൽ പോലെ തന്നെ ഈ വചനം നുറുക്കലിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമീപനം ഉണ്ടാകണമേ എന്നൊരപേക്ഷ. മൂന്നാമത് നമ്മുടെ സഹപ്രവർത്തകരോടുള്ള നമ്മുടെ സമീപനം സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ആർദ്രതയുടെയും ആ ഒരു സഹകരണത്തിൻ്റെതുമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടിൽ നാം പോകുമ്പോൾ നമ്മുടെ മിനിസ്ട്രി വിജയകരമായി അനുഗ്രഹകരമായി നിറഞ്ഞ സംതൃപ്തിയോടെ മുന്നേറുവാൻ കഴിയും. അത് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനൊരു വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.